പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെയ്നീഷ്യൻ എക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയുടെ എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു വർഷം ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് തൊഴിലുണ്ടാകുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ഔട്ട്പുട്ടോ, കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമി എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ആ എക്കോണമിയുടെ ആഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, the level of employment of an economy of a country depends on the level of output, the amount of goods and services it produces in an accounting year. The amount of goods and services or the output an economy produces depends on ആഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്താണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് refers to the sum total of goods and services purchased by the households of an economy by the government, by the business firms and the rest of the world from the domestic territory of a country during an accounting year. ഒരു വർഷം ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ ഹൗസ് ഹോൾഡ്സ്, ആ രാജ്യത്തെ ബിസിനസ് ഫേംസ്, അവിടുത്തെ ഗവൺമെൻറ്, അതുപോലെ മറ്റു രാജ്യങ്ങളിലുള്ളവർ വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്ക് ഇപ്രകാരം എഴുതാം. ഹൗസ് ഹോൾഡ്സ് വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അവർ വാങ്ങുന്ന കൺസ്യൂമർ ഗുഡ്സിന് നമ്മൾ സി എന്ന് പറയുന്നു, കൺസംഷൻ. ബിസിനസ്സുകാർ ഒരു എക്കോണമിയിൽ നിന്ന് വാങ്ങുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, നമ്മളതിന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നു. എക്കോണമിയിൽ നിന്ന്, അവിടുത്തെ മാർക്കറ്റിൽ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ ഓഫീസുകൾക്ക്, സ്കൂളുകൾക്ക്, ഹോസ്പിറ്റലുകൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു വർഷം ഗവൺമെൻറ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വാഹനങ്ങൾ, ഓരോ ഓഫീസിലേക്ക് വാങ്ങുന്ന കമ്പ്യൂട്ടറുകൾ, ഓരോ ഓഫീസിലേക്ക് വാങ്ങുന്ന പേപ്പറുകൾ, പെൻസ്, അങ്ങനെ വാങ്ങുന്ന എല്ലാ സാമഗ്രികളും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വാങ്ങലായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കിവിടെ അതിന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിന് ഗവൺമെൻറ്റിന് ജി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശികളും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്നതിന് പറയുന്ന പേരാണ് എക്സ്പോർട്സ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശികൾ വാങ്ങുന്ന സാധനങ്ങൾ എക്സ്പോർട്സ്, അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക്
നമ്മുടെ പൗരന്മാർ വിദേശത്ത് നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇമ്പോർട്ട്സ് അത് കുറയ്ക്കാൻ പോകും. ആ കിട്ടുന്ന എമൗണ്ട് നമുക്കതിനിങ്ങനെ എക്സ് മൈനസ് എം എന്ന് കൊടുക്കാം. ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്സ്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്സ്. അപ്പോൾ ആഗ്രഗേറ്റ് ഡിമാൻഡിന് ഇങ്ങനെ പ്രധാനമായിട്ടും 4 കമ്പോണൻസ് ആണുള്ളത്. ആഗ്രഗേറ്റ് ഡിമാൻഡ് has 4 components. Consumption refers to the goods and services purchased by the households. Investment refers to the capital goods purchased or produced by business firms in an accounting year. G refers to the sum total of goods and services purchased by government for providing various administrative services. Then X minus M refers to the net amount of goods exported. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമിയുടെ എക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആ എക്കോണമിയുടെ ആഗ്രഗേറ്റ് ഡിമാൻഡും ആഗ്രഗേറ്റ് സപ്ലൈയും തുല്യമാവുന്ന ലെവലാണ്. ഒന്നുകൂടെ പറയാം, ഒരു കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമിയുടെ എക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ ആഗ്രഗേറ്റ് ഡിമാൻഡും ആഗ്രഗേറ്റ് സപ്ലൈയും തുല്യമാകുന്നത്, അതാണ് ഈക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ 2 കമ്പോണൻസ് വേണം. ആഗ്രഗേറ്റ് ഡിമാൻഡ് വേണം, ആഗ്രഗേറ്റ് സപ്ലൈ വേണം. ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ആഗ്രഗേറ്റ് സപ്ലൈ എന്താണെന്ന് അറിയണം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ആഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി എക്കോണമി. Aggregate supply refers to the amount of goods and services produced in the economy. ഇനി ഒരു കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കൊമോഡിറ്റിയുടെ വിലയ്ക്ക് തുല്യമായ എമൗണ്ട് ഉൽപ്പാദന ചെലവായിട്ട് വരുന്നുണ്ട്. ഓരോ കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഉൽപ്പാദക ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊമോഡിറ്റിയുടെ വില എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾക്കും കൊടുക്കുന്ന തുകയാണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു കൊമോഡിറ്റിയുടെ വില കിട്ടും. അപ്പോൾ ഓരോ കൊമോഡിറ്റിയുടെ വിലയും ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ആഗ്രഗേറ്റ് സപ്ലൈക്ക് നമുക്ക് എന്ത് പറയാം? ആഗ്രഗേറ്റ് സപ്ലൈക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആണ്. ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ ആഗ്രഗേറ്റ് സപ്ലൈക്ക് നമുക്ക് വേറൊരു പേര് പറയാം. ആഗ്രഗേറ്റ് സപ്ലൈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആയ വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ ആഗ്രഗേറ്റ് സപ്ലൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആയ റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ്. ഇനി ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആർക്കാണ് കിട്ടുന്നത്? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത്. ആർക്കൊക്കെയാണോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് അവർക്കാണ് എന്ത് കിട്ടുന്നത്? ഈ പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് നല്ല നല്ല ഒരു ലേബർ എന്നുള്ള ക്വാളിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് ക്യാപിറ്റലുണ്ട്, അദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇനത്തിലുള്ള എല്ലാ ഇൻകവും ഒരു വ്യക്തിയിലേക്ക് വരുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് റിവാർഡ് കിട്ടുന്നത്. ഇനി ഈ റിവാർഡ് കിട്ടുന്നവർ, ഈ ഇൻകം കിട്ടുന്നവർ, വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആയിട്ട് ഇൻകം കിട്ടുന്നവർ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസ അവരെന്താണ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട കൊമോഡിറ്റീസ് വാങ്ങുന്നു. നമ്മളതിനെ കൺസംഷൻ എന്ന് പറയുന്നു. പിന്നെ കുറേ പൈസ അവരെന്ത് ചെയ്യുന്നു? അവർ സേവ് ചെയ്യുന്നു. മുഴുവൻ പൈസയും ചിലവാക്കാറില്ല, അവർ സേവ് ചെയ്യുന്നു. പിന്നെ കിട്ടുന്ന ഇൻകത്തിൽ കുറേ ഭാഗം ഗവൺമെൻറ്റിന് ടാക്സർ കൊടുക്കണം, അങ്ങനെ ടാക്സർ കൊടുക്കുന്നു. ഇനി ചില രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലുമായിട്ട് നല്ല ബന്ധമാണ്. അവരുടെ സുഹൃത്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ കാണും. അപ്പോൾ അവർക്ക് പഠനത്തിന്, അവരുടെ ജീവിത ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് അല്പം പൈസ അവർ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങൾ മറ്റ് രാജ്യത്തെ അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ അവരെ സഹായിക്കുവാനായിട്ടോ കൊടുക്കുന്ന പൈസയ്ക്ക് പറയുന്ന പേരാണ് ട്രാൻസ്ഫേഴ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെ കൊടുക്കുന്നത് പോലെ തന്നെ ആ രാജ്യത്തെ പൗരന്മാർക്കും വേറെ ചില രാജ്യത്തുള്ളവർ സഹായിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുമാത്രം പൈസയാണ് മറ്റ് രാജ്യത്തേക്ക് പോകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് നെറ്റ് ട്രാൻസ്ഫേഴ്സ്. നെറ്റ് ട്രാൻസ്ഫേഴ്സ്. നെറ്റ് ട്രാൻസ്ഫേഴ്സ് to the rest of the world. അപ്പോൾ aggregate supply refers to the amount of goods and services produced in the economy. When goods and services produced, an amount of income equal to the value of goods and services is also generated. This income is in the form of factor rewards, wages, rent, interest, and profit. Those who get these factor rewards, they use that amount for purchasing their daily requirements. നമ്മൾ അതിനെ കൺസംഷൻ എന്ന് പറയുന്നു. Then they save some part of their income. Saving, then they are also required to pay taxes to the government. Taxes. Then there is a fourth component which is very nominal for our country. It is net transfers to the rest of the world. To the rest of the world. ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഈ 4 കമ്പോണൻസും ആഗ്രിഗേറ്റ് സപ്ലൈയുടെ 4 കമ്പോണൻസും ഒരുമിച്ച് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് കെയ്ൻസ് ഉപയോഗിച്ച ഒരു രീതിയാണ് എക്കോണമി
മറ്റ് രാജ്യങ്ങളുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ലെന്ന് അസ്യൂം ചെയ്യുക. എന്താണ് ചെയ്തത്? നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല. കമോഡിറ്റീസ് എക്സ്പോർട്ടും ചെയ്യുന്നില്ല, കമോഡിറ്റീസ് ഇമ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ് നമ്മുടേത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സും പിരിക്കുന്നില്ല, അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നിന്ന് ഒരു കൊമോഡിറ്റിയും വാങ്ങിച്ച് ജനങ്ങളുടെ സേവനം നടത്തുന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് വളരെ പാസീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ 2 അസംഷനാണ് ഇവിടെ നടത്തുന്നത്. എന്തിനുവേണ്ടി നടത്തുന്നത്? നമുക്ക് ഈ മോഡലൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കണം. എങ്ങനെയാണ് എക്വിലിബ്രിയം ഇൻകം ഒരു എക്കോണമിയിൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്? അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മുടെ എക്കോണമിയിൽ ഗവൺമെൻറ് മാർക്കറ്റിൽ നിന്ന് ഒരു കൊമോഡിറ്റി വാങ്ങുന്നില്ല, അതുപോലെ തന്നെ ടാക്സും പിരിക്കുന്നില്ല. രണ്ടാമതായിട്ട് നമ്മുടെ എക്കോണമിക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ എക്കോണമി ഈസ് ക്ലോസ്ഡ് എക്കോണമി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് 2 കോമ്പോണൻറ്റ്സ് ഇപ്പോൾ ഉള്ളൂ. C+I. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറില്ല, അപ്പോൾ ജി വെട്ടിപ്പോയി. പിന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇല്ല, അപ്പോൾ X - M തീർന്നു. അപ്പോൾ രണ്ടും ഒരു സിമ്പിൾ മോഡൽ. ഇതാണ് സിമ്പിൾ മോഡൽ. ഇതുകൊണ്ടാണ് ഇത് സിംപ്ലിഫൈ ചെയ്തേക്കുവാണ്. 2 സെക്ടർ മാത്രമായിട്ട് പഠിക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് 2. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് സപ്ലൈക്കും നമ്മൾ നേരത്തെ 4 കമ്പോണൻസ് കണ്ടു. ഇപ്പോൾ എന്താണ്? അവിടെ ഗവൺമെൻറ് ഇല്ല. അപ്പോൾ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് അവർ കുറേ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങുന്നു, പിന്നെ അവർ സേവ് ചെയ്യുന്നു. ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ് വാങ്ങുന്ന ടാക്സ് ഇല്ല. പിന്നെ വിദേശ രാജ്യങ്ങൾ യാതൊരു ബന്ധമില്ല. അപ്പോൾ എന്താണ്? നെറ്റ് ട്രാൻസ്ഫേഴ്സും ഇല്ല. അപ്പോൾ 2 കോമ്പോണൻസ് ഉള്ളു. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈക്കും 2 കോമ്പോണൻസ് വീതം ഉള്ളു. ഇനി കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമി എക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകണം. First condition for a country to be in equilibrium: aggregate demand equals aggregate supply. Components of aggregate demand: C+I equals C+S. ഇവിടെ C ഉണ്ട്, ഇവിടെ C ഉണ്ട്. ഇത് രണ്ടും ഒരേ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും? അടുത്ത എന്തായിരിക്കും? C+I സമം C+S ആണെങ്കിൽ I സമം മൂന്നാമത്തെ കണ്ടീഷൻ I ഈക്വൽസ് S. ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് സേവിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കെയ്ൻസിൻ്റെ എക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. According to Keynes, the level of output at which aggregate demand aggregate സപ്ലൈയും തുല്യമാവുന്ന ആ ലെവലാണ് എക്വിലിബ്രിയം ലെവൽ, ഒരു എക്കോണമിയുടെ എക്വിലിബ്രിയം ലെവൽ. അക്കോർഡിംഗ് ടു കെയ്ൻസ്, the equilibrium level of output for an economy is that at which aggregate demand equals aggregate supply. Second condition is that when aggregate demand equals aggregate supply, investment equals saving. Investment equals saving.